അധികാരമോഹവും പണപ്പെരുപ്പവുമായിട്ട് അഹങ്കാരത്തിലേറിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വലിയ തിരിച്ചടി ഉണ്ടാകുകയാണ്. പത്തി താഴ്ത്തിയിരിക്കുകയാണ്. പ്രൊജക്റ്റ് ഫ്രീഡം ഫ്ലോപ്പ്, എപ്പിക് ഫ്യൂറിയും ഫ്ലോപ്പ്, നിക്കക്കള്ളിയില്ലാതെ ട്രംപ് തുടരുകയാണ്. ലോക പരാജയം, മാരക തോൽവി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്കറിയാം, യുദ്ധം തുടങ്ങി, അത് വെടിനിർത്തലിലേക്ക് ചെന്നു, പിന്നീട് ഹോർമുസ് നിർണായകമായി, പിന്നെ വീണ്ടും പുതിയൊരു പ്ലാൻ അല്ലെങ്കിൽ ഒരു പദ്ധതിയൊക്കെ ഇട്ടു. അതായത് ഈ പറയുന്നത് പോലെ തന്നെ പ്രൊജക്റ്റ് ഫ്രീഡം എന്ന് പറയുന്ന ഒരു പദ്ധതി ഇട്ടു. അവിടെ വലിയ സന്നാഹങ്ങൾ ഉണ്ടാക്കിയിരുന്നു. യുദ്ധക്കപ്പലുകളും അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങളും. കഴിഞ്ഞ ദിവസത്തെ യുദ്ധവിമാനങ്ങളെ പറ്റി ഇതുവരെ ഒരു അറിവും ട്രംപിനില്ല. അങ്ങനെ വലിയ രീതിയിലുള്ള നീക്കങ്ങളിലൂടെ ആളുകളെ കബളിപ്പിച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. കാരണം ഒരു പ്രസ്താവന നടത്തി അതിൽ ഉറച്ചു നിൽക്കാതെ വീണ്ടും വീണ്ടും ജനങ്ങളെ അല്ലെങ്കിൽ ലോകത്തെ മൊത്തത്തിൽ പറ്റിച്ച് ഈ ഒരു യുദ്ധത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും തടി ഊരാം എന്നാണ് ട്രംപ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതാണ് ഓരോ ദിവസം വന്നിട്ട് ഓരോ വെല്ലുവിളി നടത്തുന്നു. പക്ഷേ ആക്രമണങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല. നമുക്കറിയാം, വെടിനിർത്തൽ ചർച്ച നടക്കുന്ന സമയത്ത് അത് ഏറ്റവും കൂടുതൽ ആശ്വാസം കൊണ്ടത് എനിക്ക് തോന്നുന്നു ട്രംപിന് തന്നെയാണ്. കാരണം ഈ വെടിനിർത്തൽ എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഈ ആക്രമണശേഷി അല്ലെങ്കിൽ ഈ പറയുന്ന ഇറാന്റെ പ്രഹരമൊന്നും ഇങ്ങോട്ടേക്ക് വരില്ല, അതുകൊണ്ട് കുറച്ച് സേഫാണ് എന്ന് കരുതി അവർ ഈ വെല്ലുവിളികളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ആക്രമണങ്ങളിലേക്ക് തുടങ്ങാൻ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോയി ഒരു മിസൈൽ ആക്രമണങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള സംഭവങ്ങളൊന്നും തന്നെ ചെയ്യാൻ ട്രംപ് മുതിരുന്നില്ല. അത് ഇതിൽ നിന്ന് വ്യക്തമാണ്. എന്നിട്ട് വലിയ രീതിയിലുള്ള വീരവാദം മുഴക്കും. പക്ഷേ അതും ഫ്ലോപ്പ് ആകുന്ന രീതിയിലാണ്. നമുക്കറിയാം, ഈ പറയുന്നത് പോലെ തന്നെ ഹോർമുസ് വളരെ നിർണായകമാണ്. അവിടേക്ക് ഒരു പ്രൊജക്ട് ഫ്രീഡം എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്ന് 48 മണിക്കൂർ മാത്രമായിരുന്നു ആ പ്രൊജക്ട് ഫ്രീഡത്തിന് ഉണ്ടായിരുന്നത്. ഹോർമുസ് കടലിടുക്കല്ല, ട്രംപ് കടലിടുക്ക് എന്ന് പറഞ്ഞ് പേരൊക്കെ മാറ്റാൻ ഒരുങ്ങിയിരുന്നതാണ് ട്രംപ്. മൊത്തത്തിൽ വെളിവില്ലാതെ പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അത്രയേറെ കാര്യങ്ങളിലേക്കാണ് പിന്നീട് ട്രംപ് നടന്നത്. എന്തായാലും ആഗോള സമുദ്ര വ്യാപാരത്തിന്റെ ജീവനാഡിയായിട്ടുള്ള ഈ ഹോർമുസ് കടലെടുക്ക് വീണ്ടും ലോക ശ്രദ്ധയുടെ കേന്ദ്ര ബിന്ദു ആവുകയാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഭീഷണികളെയും സൈനിക നീക്കങ്ങളെ അതിജീവിച്ച് ഈ തന്ത്രപ്രധാനമായിട്ടുള്ള ജലപാതയിൽ ഇറാന്റെ സ്വാധീനം വർദ്ധിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. നമുക്കറിയാം, അവിടെ ഇറാനായിരുന്നു ഒരു മേൽക്കൈയുള്ളത്. അവിടെ ഇറാനെ ഉപരോധിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇറാന്റെ കപ്പലുകൾ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കടൽ കൊള്ളക്കാരെ പോലെ ഞങ്ങൾ എത്തുമെന്ന് പറഞ്ഞ ട്രംപിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. മാത്രമല്ല, ഈ കപ്പലുകൾ തടയുന്ന ഒരു രീതിയിലുള്ള വാർത്തകളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും ഇറാൻ കൈക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇവർ ഉപരോധം തുടങ്ങിയപ്പോഴും സൈനികരെ നിർത്തിയപ്പോഴും അതിൽ നിന്ന് അല്ലെങ്കിൽ അതിനെയൊക്കെ ഒരു പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇറാന്റെ കപ്പലൊക്കെ അതുവഴി കടന്നു വന്നത്. അതുകൊണ്ട് അതൊന്നും അത്ര വലിയ വില പോകത്തില്ല ഇറാന്റെ മുന്നിൽ. ഇനി അമേരിക്കയുടെ പരാജയപ്പെട്ട നയങ്ങൾ പശ്ചിമേഷ്യയിൽ അവർക്കുണ്ടായിരുന്ന മേധാവിത്വം നഷ്ടപ്പെടുത്തുന്നതിന്റെ സൂചനകൾ കൂടിയാണ്. നമ്മൾ പല വാർത്തകളിലും പറയാറുണ്ട് ലോക പോലീസ്, ലോകശക്തി എന്നുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാകാം. അതായത് ഈ അമേരിക്കയാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങളുള്ള അല്ലെങ്കിൽ സമ്പത്തുള്ള എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കുന്ന അതായത് ഞാനാണ് വലുത് എന്ന് കാണിക്കുന്ന ഒരു കാര്യം പണ്ട് തൊട്ടേ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. ഡൊണാൾഡ് ട്രംപ് വന്നപ്പോൾ അത് കൂടി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ കാണിക്കുന്ന രീതിയിലേക്കും കാര്യങ്ങൾ മാറി. എന്തായാലും അങ്ങനെയാണ്. അന്നേരം അത്തരം ഒരു പദവി അല്ലെങ്കിൽ അങ്ങനെ ഒരു കിരീടം സ്വയമേ എടുത്ത് ചാർത്തിയതാണ്, അല്ലാതെ മറ്റാരും കൊടുത്തതല്ല. സമാധാന നോബൽ ഈ പ്രൈസ് കിട്ടണോ എന്നൊക്കെ പറഞ്ഞ് ട്രംപ് പോകുമ്പോൾ എന്തിന്റെ പേരിലാണ് കിട്ടേണ്ടത് എന്നാണ് ലോകരാജ്യങ്ങൾ ചോദിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് കിട്ടാൻ അദ്ദേഹം അർഹനല്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ ഇവർ പറയുന്നത് എന്താണ്, ലോകശക്തി ഞങ്ങളാണ് എന്ന് പലപ്പോഴും പറയുന്നുണ്ട്. പക്ഷെ മറ്റൊരു രാജ്യത്തിലുള്ള ആളുകളും അതില്ലെങ്കിൽ ഒരു നേതാക്കന്മാരും അങ്ങനെ പറയില്ല. കാരണം ട്രംപിന്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ അവസ്ഥ എല്ലാവർക്കും അറിയാം. സ്വന്തമായിട്ട് വീമ്പിളക്കുക, സ്വന്തമായിട്ട് തലയിൽ ആ കിരീടം ചൂടിവെക്കുക എന്നത് മാത്രമാണ്. പക്ഷേ ഇപ്പോൾ ലോകത്തിന് മറ്റൊരു കാര്യം തെളിഞ്ഞിരിക്കുകയാണ്. ലോകത്തിന് തെളിഞ്ഞതല്ല, ലോകത്തിന് അറിയാമായിരുന്നു. പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത് ഈ അമേരിക്ക മനസ്സിലാക്കിയിരിക്കുക ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ തങ്ങൾ വെറും ഒരു അശുവാണ് എന്നുള്ളത് അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. അത് ഈ പറയുന്ന ഇറാനുമായിട്ടുള്ള യുദ്ധം
നടന്നതുകൊണ്ടാണ്. ഇതിനു മുമ്പ് വെനസ്വലയും ഇറാഖിലും ഒക്കെ യുദ്ധം നടത്തി വലിയ രീതിയിലുള്ള ഞങ്ങൾ വലിയൊരു പടയാണ്, ഞങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ ഉള്ള ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. പക്ഷെ ഇറാനോട് കളിച്ചപ്പോൾ ആ അഹങ്കാരത്തിനെല്ലാം കടിഞ്ഞാൻ വീണിരിക്കുകയാണ്. എന്തായാലും ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ കപ്പലുകൾക്ക് വഴികാട്ടാനായിട്ട് ആരംഭിച്ച ഞാൻ നേരത്തെ പറഞ്ഞു വന്ന സംഭവത്തിലേക്ക് പോകാം. അതായത് പ്രൊജക്ട് ഫ്രീഡം വെറും 48 മണിക്കൂറിനുള്ളിൽ തകർന്നടിയുന്നതാണ് ലോകം കണ്ടത്. അത് മാത്രമല്ല കേട്ടോ, ഈ വെല്ലുവിളികൾ നടത്തിയിട്ട് 24 മണിക്കൂറിനകം അത്തരം കാര്യങ്ങളിലേക്ക് പോകാതെ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറയുന്ന ട്രംപിനെയും കാണാൻ സാധിക്കും. ഈ ഒരു യുദ്ധം ഫെബ്രുവരി 28-ന് തുടങ്ങിയ സമയത്ത് ട്രംപ് പലതവണ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇപ്പോൾ ഇറാനിലേക്ക് ആക്രമണം നടത്തും, ഇപ്പോൾ മിസൈൽ അയക്കുമെന്ന്. പക്ഷേ അതിന്റെ 48 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ട്രംപ് തന്നെ പറഞ്ഞു, അവർ ഞങ്ങൾക്ക് മുന്നേ അംഗീകരിച്ചു തന്നു, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അവർ സമ്മതിച്ചു, അതുകൊണ്ട് യുദ്ധമില്ലെന്ന്. വീണ്ടും നേരം വെളുക്കുമ്പോൾ ഇത് തന്നെ മാറ്റി പറയുന്ന ഒരു പ്രസിഡന്റിനെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ തന്നെ പോകും. എന്തായാലും കേവലം 2 കപ്പലുകളെ മാത്രം കടത്തിക്കൊണ്ട് അവസാനിപ്പിക്കേണ്ടി വന്ന ഈ ഒരു ദൗത്യം അമേരിക്കയുടെ സൈനിക ശക്തിയുടെ പരിമിതികളെ തുറന്നു കാട്ടുന്നുണ്ട്. 10,000-കണക്കിന് നാവികരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടു എന്ന് ഈ സംഭവം തെളിയിക്കുന്നുണ്ട്. അമേരിക്ക നൽകുന്ന സുരക്ഷാ വാഗ്ദാനങ്ങളിൽ ഷിപ്പിംഗ് കമ്പനികൾക്ക് ഒട്ടും വിശ്വാസമില്ല എന്നതാണ് വസ്തുത. കാരണം ജനങ്ങൾക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവന് പുല്ലുവിലയാണ് ട്രംപ് കൊടുക്കുന്നത്. എങ്ങനെയെങ്കിലും യുദ്ധം ചെയ്യുക, യുദ്ധം ചെയ്തിട്ട് ഈ പോയ പേര് തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇറാനെ കീഴടക്കുന്നതിലൂടെ വീണ്ടും അവർ ലോക പോലീസ് എന്ന് പറയുന്ന പട്ടം കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് എപ്പോഴും ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ഇവരെന്നല്ല ട്രംപ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഈ ജനങ്ങളോ അല്ലെങ്കിൽ സൈനികരുടെ ജീവനുകൾക്കോ ഒന്നും അവർ വലിയ വില കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ലോസ് ഏഞ്ചൽസ് തുറമുഖത്തിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജിൻ സെറോക്കോ വ്യക്തമാക്കിയതുപോലെ അമേരിക്കൻ സൈന്യത്തിന്റെ അകമ്പടി ഉണ്ടെങ്കിൽ പോലും തങ്ങളുടെ ചരക്കുകൾ നീക്കാൻ ഷിപ്പിംഗ് എക്സിക്യൂട്ടീവുകൾ ഭയപ്പെടുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഈ വാഗ്ദാനങ്ങൾക്കപ്പുറം യാഥാർത്ഥ്യ ബോധമുള്ള ഒരു സമാധാന ഉടമ്പടിയാണ് ലോകം ആഗ്രഹിക്കുന്നത്. അമേരിക്കയുടെ ഉപരോധങ്ങൾക്കും ഭീഷണികൾക്കും മുന്നിൽ ഇറാൻ മുട്ടുമടക്കുന്നില്ല. 21 മൈൽ മാത്രം വീതിയുള്ള ഹോർമുസ് കടലിടുക്കിന് മുകളിലൂടെ പറക്കുന്ന മിസൈലുകൾ സഖ്യകക്ഷികളുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റത്തെ ഏത് വിധേയനും പ്രതിരോധിക്കാൻ ഇറാൻ തയ്യാറാണെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, അതായത് ഇറാൻ ഒരിക്കലും കീഴടങ്ങത്തില്ല, ഇറാൻ പിന്മാറത്തില്ല. അവരുടെ ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്, അവർക്ക് വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് അവര് ഇതിലെല്ലാം പേടി കൊണ്ട് വീട്ടിലിരിക്കുന്ന ഒരു ജനതയോ അല്ലെങ്കിൽ ഒരു ഭരണകൂടവുമല്ല ഇറാനിലുള്ളത്. എന്തായാലും കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന 1600ഓളം കപ്പലുകൾ ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ പ്രതിസന്ധിയിലാക്കുന്നു എന്നുള്ള വാർത്തകളും കൂടി ഇതിനിടയിൽ വരുന്നുണ്ട് കേട്ടോ. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 20% കടന്നു പോകുന്നത് ഈ വഴിയാണ്. അമേരിക്ക ഉണ്ടാക്കിയ ഈ ഒരു സംഘർഷം മൂലം ഇൻഷുറൻസ് കമ്പനികൾ പിൻവാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടം ഭയന്ന് കമ്പനികൾ കപ്പലുകൾ നീക്കാൻ തയ്യാറാകാത്തത് അമേരിക്കയുടെ ഒരു നയതന്ത്ര പരാജയമാണ്. ഡാനിഷ് ഷിപ്പിംഗ് ഭീമനായിട്ടുള്ള മെർസ്കോ പോലും അമേരിക്കൻ സൈനിക സഹായത്തോടെയുള്ള നീക്കങ്ങളിൽ സംശയനിഴലിലാണ് നിൽക്കുന്നത്. ഫെബ്രുവരിയിൽ സംഘർഷം തുടങ്ങിയത് മുതൽ പല കപ്പലുകൾക്കും ഗൾഫ് മേഖലയിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിഞ്ഞിട്ടില്ല. അമേരിക്കയുടെ സംരക്ഷണം എന്നത് പ്രായോഗികമായിട്ട് ഒന്നിന് പരിഹാരമാകില്ല എന്ന് ഹപാങ് ലോയിഡ് പോലുള്ള കമ്പനികളുടെ അനുഭവങ്ങൾ വ്യക്തമാക്കുന്നു. കാരണം പലരും ഇതിൽ നിന്ന് പിൻവിരിയാണ്. ഞങ്ങൾ സുരക്ഷ ഒരുക്കാൻ എന്നും പറഞ്ഞ് ഹോർമുസിൽ കപ്പലുകൾക്ക് ഞങ്ങൾ സുരക്ഷ ഒരുക്കുക എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കി നിന്ന അമേരിക്ക ഇറാന്റെ ശക്തി അല്ലെങ്കിൽ ഇറാന്റെ കരുത്തിന് മുന്നിൽ വീണ്ടും പതറുകയാണ്. അതായത് അത്തരം നീക്കങ്ങളിലേക്ക് പോയില്ല. അവരുടെ ആർക്കും ഒരു സുരക്ഷയും അമേരിക്ക ഒരുക്കിയില്ല. അമേരിക്കയ്ക്ക് ഭയമാണ്. അമേരിക്ക ഏതെങ്കിലും തരത്തിൽ സുരക്ഷ ഒരുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കപ്പലുകൾ ചാമ്പലാകും എന്നത് അമേരിക്കയ്ക്ക് അറിയാം. മാത്രമല്ല അമേരിക്ക നേരിട്ട് അവിടെ പോയി ഇടപെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നടക്കാൻ പോകുന്നത് വലിയ രീതിയിലുള്ള പ്രശ്നമാണെന്നും ആ ഒരു പ്രശ്നത്തിന്റെ മറു സൈഡ്, അതായത് ഹോർമുസിൽ മാത്രം നിൽക്കില്ല, ഈ പറയുന്ന അമേരിക്കയുടെ എയർബേസുകളിലേക്ക് ഇറാൻ തന്റെ മിസൈലുകൾ തൊടുത്തുവിടും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അമേരിക്കയ്ക്ക് അറിയാം. കാരണം അത് ഈ ഇറാൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അത്തരം നീക്കങ്ങളിലേക്ക് പോയില്ല. ഈ സുരക്ഷ ഒരുക്കുക എന്ന് പറഞ്ഞ് മറ്റുള്ളവരെയൊക്കെ ട്രംപ് ചതിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അമേരിക്കയുടെ പരാജയപ്പെട്ട ദൗത്യങ്ങൾക്ക് മറുപടിയായിട്ട് ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതം നിയന്ത്രിക്കാൻ ഇറാൻ പുതിയ സംവിധാനം ഇതിനോടകം തന്നെ അവതരിപ്പിച്ചതും വലിയ വാർത്തയായിട്ടുണ്ട്. എന്തായാലും പേർഷ്യൻ ഗൾഫ് കടലിടുക്ക് അതോറിറ്റി വഴി കപ്പലുകൾക്ക് സുരക്ഷിതമായിട്ടുള്ള പാതയൊരുക്കാൻ ഇറാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. ജലപാതയുടെ യഥാർത്ഥ ഉടമസ്ഥർ തങ്ങളാണെന്നാണ് ഇറാൻ ഇതിലൂടെ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നത്. എന്നാലും ഇറാന് ജലപാത നിയന്ത്രിക്കാൻ അധികാരമില്ല എന്ന് അമേരിക്ക ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം മറിച്ചാണ്. ഇപ്പോൾ ജനങ്ങൾ കാണുന്നത് അതാണ്.
അവിടെ അമേരിക്കയ്ക്ക് ഒരു വിലയുമില്ല എന്നുള്ളതാണ്. അമേരിക്കയുടെ കണ്ണുരുട്ടലുകൾ ഫലിക്കില്ല എന്ന് ബോധ്യമായതോടെ ട്രംപ് ഭരണത്തിന് പ്രൊജക്ട് ഫ്രീഡം നിർത്തിവെക്കേണ്ടി വന്നു. അത് ഏറ്റവും വലിയൊരു നാണക്കേടാണ്. മേഖലയിലെ സമാധാനം ഇറാനെ അവഗണിച്ചുകൊണ്ട് സാധ്യമല്ല എന്ന് അമേരിക്ക തിരിച്ചറിയുന്ന ഘട്ടമാണിത്. എന്തായാലും IMOയുടെ കണക്കുകൾ പ്രകാരം യുദ്ധം തുടങ്ങിയ ശേഷം 32 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയുടെ സാന്നിധ്യം മേഖലയിൽ സംഘർഷം വർദ്ധിപ്പിക്കുകയല്ലാതെ കുറയ്ക്കുന്നില്ല എന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സൈനിക അകമ്പടിയിൽ ഒരു ശാശ്വത പരിഹാരമല്ല എന്ന അന്താരാഷ്ട്ര സംഘടനകളുടെ മുന്നറിയിപ്പ് അമേരിക്കയുടെ ഇടപെടലുകൾക്കെതിരെയുള്ള വിമർശനമായിട്ട് മാറുന്നുണ്ട്. അവസാനം അമേരിക്കയുടെ എല്ലാ അധിനിവേശ തന്ത്രങ്ങളെയും അതിജീവിച്ച് ഇറാൻ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ആഗോള വിപണിയും സമുദ്ര വ്യാപാരത്തിന്റെ താക്കോൽ ഇറാന്റെ കൈവശമാണെന്ന് ഹോർമുസ് കടലിടുക്കിലെ ഓരോ നീക്കവും തെളിയിക്കുകയാണ്. അവരുടെ കയ്യിൽ ഹോർമുസ് സുരക്ഷിതമാണ്. ഹോർമുസിന്റെ നിയന്ത്രണം ഇറാന്റെ കയ്യിലാണ്. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ പതറാത്ത ഇറാന്റെ രാഷ്ട്രീയ തന്ത്രം മേഖലയിൽ പുതിയൊരു ചരിത്രവും രചിച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം നീക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയാകുന്നതോടെ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് ചില ആശ്വാസം നൽകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ചതിക്കപ്പെടുമോ എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. അമേരിക്ക എപ്പോഴും ചതിയനാണ്. ആ ഒരു വാക്കുകൾ പറഞ്ഞിട്ട് പിന്നീട് അത് മാറ്റുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഈ പറയുന്ന അമേരിക്ക ഇതിലൊരു സമാധാന കരാറിലേക്ക് വരികയാണെങ്കിൽ അതിനെ സമ്മതിക്കാതെ ഒരു കൂട്ടർ വേറെ നിൽപ്പുണ്ട്. അത് ഇസ്രായേലാണ്. ഇസ്രായേലിന് യുദ്ധം ചെയ്യാനുള്ള കൊതി അടങ്ങിയിട്ടില്ല. അപ്പോൾ ഇസ്രായേൽ ഇതിൽ സഹകരിക്കുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതുണ്ട്. എന്തായാലും ഇറാനുമായിട്ടുള്ള ചർച്ചയ്ക്കായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപരോധം താൽക്കാലികമായിട്ട് നിർത്താൻ തീരുമാനിച്ചതിന് പിന്നാലെ കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനരാരംഭിക്കുമെന്ന് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്പസും വ്യക്തമാക്കിയിട്ടുണ്ട്. ഫെബ്രുവരിയിൽ ആരംഭിച്ച ബോംബ് ആക്രമണത്തെ തുടർന്ന് തടസ്സപ്പെട്ട ഈ ജലപാത തുറക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധനവില കുറയാൻ സഹായിക്കുമെന്നാണ് കരുതുന്നത്. എന്തായാലും ചൈനീസ് പ്രസിഡന്റ് ഷിങ് ജിൻപിങ്ങുമായിട്ടുള്ള ഉച്ചകോടിക്ക് മുന്നോടിയായി മേഖലയിൽ സമാധാനം കൊണ്ടുവരാനുള്ള സമ്മർദ്ദം ട്രംപിന് മേലുണ്ട്. ആഭ്യന്തരമായിട്ട് വർദ്ധിച്ചു വരുന്ന ഇന്ധന വിലയും വരാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പും സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയെ ചിലപ്പോൾ പ്രേരിപ്പിക്കുമെന്നാണ് കരുതുന്നത്. ഇതിനിടെ ചർച്ചകളിൽ ഉറച്ചു നിൽക്കാനും ശത്രുത അവസാനിപ്പിക്കാനും ചൈന ഇരുവിഭാഗത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഇറാനെ സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും ദുർബലപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ഈ നയതന്ത്രങ്ങൾ നടക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കടലിടുക്കിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിക്കുന്നതിനായിട്ട് പേർഷ്യൻ ഗൾഫ് സ്ട്രെയിറ്റ് അതോറിറ്റി വഴി പുതിയ അനുമതി സംവിധാനം കൊണ്ടുവരാൻ ഇറാൻ ആലോചിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു ജലപാതയുടെ നിയന്ത്രണം ഇറാൻ കൈവശം വയ്ക്കുന്നതിനോട് അമേരിക്ക പൂർണ്ണമായിട്ടും യോജിക്കാൻ സാധ്യതയില്ല. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിപ്പിക്കാൻ ട്രംപ് തയ്യാറാണെങ്കിലും കരാറിലെ നിബന്ധനകൾ ഇറാൻ കൃത്യമായിട്ട് പാലിച്ചാൽ മാത്രമേ ഈ സമാധാന അന്തരീക്ഷം നിലനിൽക്കുകയുള്ളൂ എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഇത് എങ്ങനെയായിരിക്കും ഇതിന്റെ നീക്കം എന്നത് കണ്ടറിയേണ്ടത് തന്നെയാണ്. കാരണം ഏത് നിമിഷവും അമേരിക്കയുടെ വാക്കുകൾ മാറുകയാണെങ്കിൽ പിന്നീട് ഇറാൻ നൽകുന്ന മറുപടി എന്ന് പറയുന്നത് വീണ്ടും അതീവ ഗുരുതരാവസ്ഥയിൽ പോകുന്നതായിരിക്കും.